ആശാബുധൻ. യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാനായുള്ള അന്വേഷണത്തിലാണ്. എന്തിനു വേണ്ടി? അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും നന്മകളും കൊണ്ട് അനേകർ അവനെ വിശ്വസിക്കുന്നു. തന്മൂലം അവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം. അതിനിടയിൽ മഹാപുരോഹിതനായ കയ്യാപ്പ പ്രവചിക്കുന്നു, ജനമെല്ലാം നശിക്കുന്നതിനേക്കാൾ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന്. അതെ, യേശു നമ്മെ പറുദീസായിലേക്ക് തിരികെ കരയേറ്റുവാൻ വേണ്ടി മാത്രം താൻ ഇറങ്ങി വന്നവനാണ്. യേശു പിടികൊടുക്കാതെ മാറി നടന്ന് അനേകം അത്ഭുതങ്ങൾ ചെയ്തു. യേശു താൻ വന്നത് എന്തിനു വേണ്ടിയെന്ന് പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. താൻ ആരെന്നും തന്നെ അയച്ചത് പിതാവാണെന്നും താനും പിതാവും ഒന്നാണെന്നും തെറ്റിപ്പോയ ആടുകളെ തേടിയാണ് താൻ വന്നതെന്നും അവ എൻ്റെ ശബ്ദം കേൾക്കുമെന്നും അങ്ങനെ എല്ലാം കൂടി ഒരു ആട്ടിൻകൂട്ടവും ഒരിടയനുമായിരിക്കും എന്നും യേശു ഉദ്ബോധിപ്പിച്ചു. ഞാൻ അവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമെന്നും അതിനുവേണ്ടി താൻ മരിക്കുമെന്നും വീണ്ടും ഉയർക്കുമെന്നും യേശു വ്യക്തമാക്കുന്നു. അവയെ തൻ്റെ കയ്യിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല, കാരണം അവരെ തൻ്റെ പിതാവ് തനിക്ക് തന്നതാണ്. ലോകമെല്ലാം യേശുവിൻ്റെ പിന്നാലെ പോകുന്നതിനെ പരീശന്മാർ ഭയക്കുന്നു. യേശു അവരോട് താൻ മഹത്വപ്പെടേണ്ട സമയം അടുത്തുവെന്നും അതിനായിട്ട് തന്നെയാണ് താൻ വന്നതെന്നും വെളിപ്പെടുത്തുന്നു. യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, അവിടുത്തെ നാമം മഹത്വപ്പെടണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹിമപ്പെടുത്തി ഇനിയും ഞാൻ മഹിമപ്പെടുത്തും എന്ന ഒരു ശബ്ദം കേൾക്കപ്പെട്ടു. താൻ വിധിക്കുവാനല്ല വന്നതെന്നും എന്നാൽ വേറൊരു വിധികർത്താവുണ്ടെന്നും മനസ്സിലാക്കി കൊടുക്കുന്നു. യഹൂദന്മാർ തന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് യേശു അറിഞ്ഞിരുന്നതിനാൽ താൻ യഹൂദ വിട്ട് ഗലീലയിൽ സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു യഹൂദരുടെ കൂടാര പെരുന്നാളിന് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. എന്നാൽ തൻ്റെ സഹോദരർ പെരുന്നാളിന് പോയ ശേഷം താനും പോയി, പരസ്യമായില്ല രഹസ്യമായിട്ട്. പെരുന്നാൾ ദിവസങ്ങൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിലേക്ക് കയറി ചെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വളരെയധികം അത്ഭുതങ്ങളും നടന്നു. പിന്നെയും അവർ തന്നെ പിടികൂടുവാൻ ആഗ്രഹിച്ചു. താൻ അവരുടെ കൈകളിൽ നിന്ന് പുറത്തു കടന്ന് യോർദാൻ കരയിൽ യോഹന്നാൻ പണ്ട് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പോയി അവിടെ പാർത്തു. ഇത് നമുക്ക് തരുന്ന പാഠം. നാം ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അതെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവം തന്നിരിക്കുന്ന നിയോഗം മനസ്സിലാക്കി നമ്മുടെ അന്ത്യത്തോളം അതിനായി പ്രവർത്തിക്കണം. ബാക്കി ദൈവം കരുതിക്കൊള്ളും. അപകടങ്ങൾ മനസ്സിലാക്കി അവയിൽ നിന്ന് മാറി നിന്ന് വിവേകത്തോടെ, ദൈവാശ്രയത്തോടെ, പ്രാർത്ഥനയോടെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന വേല പൂർത്തിയാക്കുവാൻ പരിശ്രമിക്കണം. Nelo le malkuso